ഹായ് ഹലോ. ആഹ് ഇന്ന് നമ്മൾ വന്നത് ഒരു ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കാം. നമ്മുടെ വേസ്റ്റ് കുപ്പി ഉണ്ടല്ലോ, കുപ്പി ഉപയോഗിച്ചിട്ട് ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കാമെന്നുള്ളത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും എനിക്കറിയാവുന്ന പോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു രീതിയിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് ഉള്ളൊരു പെൻ ഹോൾഡർ. ആദ്യം നമുക്ക് ആ കുപ്പി ഒന്ന് മുറിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് പകുതി വെച്ച് മുറിച്ചെടുക്കുക. എന്നിട്ട് ആ കുപ്പിയുടെ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കുക, ഷേപ്പാക്കി എടുക്കുക. കുപ്പിയുടെ മുകൾ ഭാഗമൊക്കെ ഷേപ്പാക്കി എടുക്കണേ. എന്നിട്ട് അങ്ങനെ ഞാൻ മൂന്ന് കുപ്പി വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ മൂന്ന് കുപ്പിയും നന്നായിട്ട് മുറിച്ച് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ആ കുപ്പിയുടെ മേലേക്ക് നമ്മൾ കളർ ചെയ്യുകയാണ്. ഞാൻ ചെയ്യുന്ന കളറ് ഇപ്പോൾ ഇവിടെ കാണിച്ചത് ക്യാമലിൻ്റെ കളറാണ് ഞാൻ കൊടുക്കുന്നത്. കുറേ കളറുണ്ട്: പച്ച, മഞ്ഞ, ചുവപ്പ്, നീല, കറുപ്പ്, അങ്ങനെ 5-6 കളറ് ആ ബോക്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മഞ്ഞ കളറാണ് ഞാനിന്ന് കുപ്പിക്ക് കൊടുക്കുന്നത്, ഈ കുപ്പീൻ്റെ മേലേക്ക് കൊടുക്കുന്നത്. നല്ല വൃത്തിക്ക് എല്ലാ കുപ്പിയും 3 കുപ്പിയിലും ഞാൻ കളറ് കൊടുക്കുന്നുണ്ട്. സൈഡിൽ കൂടെ എൻ്റെ മോളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, കളറ് കൊടുക്കാനൊക്കെ. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ കളറ് കൊടുക്കുന്നുണ്ട്. ഒറ്റ കോട്ടേ ഞാൻ അടിച്ചിട്ടുള്ളൂ, അപ്പോഴത്തേക്കും വൃത്തിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 3 കുപ്പിയിലും ഞാൻ കളറ് കൊടുത്തേ. ഇനി നമുക്ക് ഈ കുപ്പീനെ എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ്. ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. ഒരു സെലോ ടേപ്പാണേ, മോളുടെ ഉണ്ടായിരുന്ന ഒരു സെലോ ടേപ്പാണ്. ഈ സെലോ ടേപ്പ് കുപ്പിയുടെ അടിഭാഗത്ത് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഒരു മഞ്ഞ ഷെയ്ഡ് കൊടുത്തത് കൊണ്ട് ആ ഒരു കളറ് നന്നായിട്ട് എടുത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ മേൽഭാഗത്തും കുപ്പിയുടെ കാണുമ്പം മനസ്സിലാകുന്നുണ്ടാകും, കുപ്പിയുടെ ഉള്ളിലേക്ക് ഒട്ടിക്കുന്ന രീതിയിൽ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൈ മുറിയാത്ത രീതിയിൽ, കുപ്പിയുടെ അറ്റം കൊണ്ട് കൈ മുറിയാത്ത രീതിയിൽ ആ സെലോ ടേപ്പ് കുറച്ച് ഭാഗം ഉള്ളിലേക്കും കുറച്ച് ഭാഗം പുറത്ത് കാണുന്ന രീതിയിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ കുപ്പിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്ന സമയത്തോ, നമ്മൾ പെന്നോ പെട്ടെന്ന് പെൻസിലോ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് കൈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തു എന്ന് മാത്രം. അങ്ങനെ 3 കുപ്പിയിലും ഞാൻ ഇതുപോലെ ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതുപോലെ 3 കുപ്പിയിലും ഒട്ടിച്ചു. പിന്നെ ഇതൊരു ലേസാണേ, എൻ്റെ കയ്യിലുള്ള മുന്നേ ഉണ്ടായിരുന്നൊരു ലേസാണ്. ഞാൻ വെറുതെ അവിടെ നിന്ന് കണ്ടപ്പോൾ ആ കുപ്പിയുടെ മേലെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന രീതിയിൽ തോന്നി. അപ്പോൾ വിചാരിച്ച് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണേ. കൈ പൊള്ളാത്ത രീതിയിൽ ഒട്ടിക്കണേ, ഗ്ലൂ ഗൺ ആകുമ്പോൾ ശ്രദ്ധിക്കണം, പൊള്ളരുത്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ 3 കുപ്പിയിലും ഞാൻ ഒട്ടിച്ചു കൊടുത്തു. എല്ലാ കുപ്പിയിലും കണ്ടോ, ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഒരു കാർഡ്ബോർഡ്, ഇതിപ്പോൾ എൻ്റെ മോളുടെ ഒരു പഴയ ബുക്കിൻ്റെ ഒരു മുൻഭാഗം എടുത്തതാണ് ഞാൻ. അപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. റൗണ്ടാണെങ്കിൽ റൗണ്ട്, അല്ലെങ്കിൽ ട്രയാങ്കിളോ അല്ലെങ്കിൽ ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഏതാണോ കിട്ടുന്നത് അത്. എനിക്കിപ്പം ചതുരമാണ്
ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഈ ചതുരത്തിലുള്ള ഈ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിലും ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് ഉപയോഗിച്ചത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ 3 കുപ്പികളും അടുത്തടുത്ത് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇതിലും കൂടുതൽ ഭംഗിയാക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഒരു ചിലവും ഇല്ലാണ്ട് പുറത്തുനിന്ന് ഒരു സാധനവും വാങ്ങിക്കാണ്ട് നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമ്മൾ ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ആ കാർഡ്ബോർഡിൽ ഒരു കളർ വെച്ചിട്ട് ഒരു വര വരച്ചു കൊടുത്തു. ഒരു ഭംഗി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് 4 ഭാഗത്ത് ഒരു ബോർഡറൊക്കെ വരച്ചു കൊടുത്തു. കണ്ടോ, ഇതുപോലെ അതിന് മുന്നേ വരച്ചു കൊടുക്കണമായിരുന്നു, എന്നോടത് വിട്ടുപോയി. ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് വരച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ അത് ലാസ്റ്റ് ഞാൻ ആ കുപ്പിൻ്റെ മുകളിലൊരു ഇമോജിയൊക്കെ വരയ്ക്കാൻ നോക്കി, പക്ഷെ സാധിച്ചില്ല. എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടോ? ഇഷ്ടമായാലൊന്ന് കമൻറ്റിലൊക്കെ അറിയിക്കണേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.